ഒരു ചെടി നിലത്ത് നിന്ന് മുളച്ചു പൊങ്ങി പൂവായി കായായി ഫലമായി ഈ ലോകത്തിലേക്ക് അതിൻ്റെ നന്മകളെ തരുമ്പോൾ അതിൻ്റെ വേര് എത്രത്തോളം ആഴത്തിൽ ശക്തമായി നിലനിൽക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് ഇതിൻ്റെ കരുത്തും ഫലം പുറപ്പെടുവിക്കുന്ന ശേഷിയും. ഇതുപോലെയാണ് മനുഷ്യൻ്റെ ആത്മാവിൽ ദൈവത്തിൻ്റെ വചനം എത്ര കണ്ട് ലഭിക്കുന്നോ, എത്ര കണ്ട് നാം സ്വീകരിക്കുന്നോ അതനുസരിച്ചാണ് നമ്മുടെ ജീവിതത്തിൽ ഫലം പുറപ്പെടുവിക്കുന്നതിനാവശ്യമായ കരുത്തും ശക്തിയും ലഭിക്കുന്നത്. പലരുടെയും ജീവിതത്തിൽ പല രീതിയിലായിരിക്കും വചനത്തിൻ്റെ സ്വാധീനം. രക്ഷയ്ക്ക് ആധാരമായ അടിസ്ഥാനമായ ചില വചനങ്ങളുണ്ട്. അത് ഓരോ വ്യക്തിക്കും വ്യത്യസ്തമായ രീതിയിലാണെന്ന് മാത്രം. ചിലർക്ക് ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെ ആയിരുന്നു, ആ വചനം ദൈവമായിരുന്നു, അവനെ കൂടാതെ ഒന്നും ഉളവായിട്ടില്ല, ഉളവായതെല്ലാം അവനിലൂടെ തന്നെ. അത് യേശുക്രിസ്തു ആകുന്ന സത്യവചനം. പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല, ഒരു നാളിലും ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല. യാക്കോബയെ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയിരിക്കും. ഭയപ്പെടേണ്ട, സംഭ്രമിക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമാണ്. അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോഴേ നിന്നെ ഞാൻ കണ്ടു, നിന്നെ ഞാൻ പേര് ചൊല്ലി വിശുദ്ധീകരിച്ചു. ഒരു നാളിലും ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല. ഇങ്ങനെയുള്ള ഒരുപാട് വചനങ്ങൾ പരിശുദ്ധ ബൈബിളിലുണ്ട്. എത്ര കണ്ട് വചനത്തെ നമ്മുടെ ആത്മാവിൽ സ്വീകരിക്കുന്നോ, ആ ആത്മാവിൽ നിന്നുകൊണ്ട് നമുക്ക് ഫലം പുറപ്പെടുവിക്കാൻ ആവശ്യമായ കരുത്ത് ലഭിക്കുന്നത് എല്ലാം ഈ വചനത്തിൽ നിന്നാണ്. ഈ വചനത്തിൽ നിന്നാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് ആവശ്യമായിട്ടുള്ള പ്രവൃത്തികളും ഉപകാരങ്ങളും നന്മകളെല്ലാം ചെയ്യാൻ തക്കവിധമായി നമ്മളെ പ്രാപ്തമാക്കുന്നതും ഫലം പുറപ്പെടുവിക്കുന്നതും ഈ സത്യവചനങ്ങളാണ്. ഒരു മനുഷ്യൻ്റെ ആത്മാവിലേക്ക് എത്ര കണ്ട് വചനത്തെ സ്വീകരിക്കുന്നോ അത്ര കണ്ട് ഫലം പുറപ്പെടുവിക്കാൻ ഈ വചനത്തിന് കഴിയും. വചനത്തിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് ശക്തമായി വ്യാപരിക്കും. അത് ആ മനുഷ്യനെ യേശുക്രിസ്തുവിൽ മഹത്വമുള്ളവനും അനുഗ്രഹമുള്ളവനും നിത്യതയിൽ എത്തിച്ചേരാൻ തക്കവിധമായി കൃപയുള്ളവനുമാക്കി തീർക്കുന്നു. നന്ദി.